നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഇപ്പൊ ഈ പോളോയ്ക്ക് എത്ര റേറ്റ് നമ്മൾ ഡിസംബറിൽ ഈ 10 ദിവസം കൊണ്ട് വരുന്ന ഒരാൾക്ക് 4,10,000 പോളോ GT തരാം. നേരത്തെ 4,35 വണ്ടിയാണ്. നോക്കാം, നിങ്ങൾക്ക് റേറ്റ് നോക്കാം. 600-650 സിവിൽ സ്കോർ ഉണ്ടോ കംപ്ലീറ്റ്. ചില നമ്മളെ നോർമൽ ഡോക്യുമെന്റേഷൻ ഒന്നും അവരിപ്പോ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നില്ല. മാക്സിമം അടിച്ചു കയറ്റി തരും. അപ്പൊ വണ്ടി എടുക്കാനുള്ളവരാണോ നേരെ ഗരികോളി ലോണിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ടിൽ. അപ്പോൾ നമുക്ക് കുറെ ഒക്കെ ഇപ്പം ഒരു മാക്സിമം ഫണ്ടിങ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 85 ഒക്കെ ഉള്ളത് ഇപ്പൊ ഒരു 100 കൊടുത്തോളാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇപ്പൊ എടുക്കുന്ന എന്തെങ്കിലും കുറവും ചെയ്യാൻ പറ്റും, ബാർഗൻ ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റും ബാർഗൻ ചെയ്യാൻ പറ്റും. അവർക്ക് മാക്സിമം ഈ ഇയർലി കുറെ കേസുകൾ കയറ്റാനുള്ള ഒരു ടാസ്കുകളെ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ഉണ്ട്. അത് നിങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നേരെ പുറകിലുള്ള ബോർഡ് കണ്ടാൽ അറിയാം ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. നമ്മൾ കോഴിക്കോട് പാവങ്ങാടുള്ള മോമോഖാന്റെ സെക്കൻഡ് ചോയ്സിലാണ്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ഓഫേഴ്സും ആയിട്ടുള്ള കുറച്ച് അടിപൊളി വണ്ടികളുമായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേറെ വീട്ടിലെ പോസോ മൂവിങ് ടു ദ വീഡിയോ. നമുക്ക് ചെറിയ ബഡ്ജറ്റുള്ള ഫാമിലി കാർ 75 രൂപയ്ക്ക് 2010 സാൻഡ്രോ കൊടുക്കാം. 2010 സാൻഡ്രോ 75,000 രൂപ. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. GLS എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. റിന്യൂവൽ എന്നാ വരുന്നുണ്ടാവുക? റിന്യൂവൽ നെക്സ്റ്റ് 2025 7 മാസം. 7 മാസം വരെ റിന്യൂവലിന് ടൈം ഉണ്ട്. 75,000 ആണ് ചോദിക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരിക. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. ഇയോണൊക്കെ വേണ്ടിയ ആൾക്കാർക്ക് നമുക്ക് ഇയോൺ എടുക്കാം. 2014 ഇയോൺ ഉണ്ട്, ഫുള്ള് ലോണിൽ കൊടുക്കാം കേട്ടോ. ഫുൾ ലോണിൽ 2014 ഇയോൺ ഇറ പ്ലസ്. കിലോമീറ്റർ എത്ര ഉണ്ട്? കിലോമീറ്റർ 64,000 കൂടി ഉണ്ട്. ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡോ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് 64,000 കിലോമീറ്റർ കൂടിയ വണ്ടി ഇയോൺ ഫുൾ ലോണിൽ കിട്ടുന്നുണ്ടോ? ഓണർഷിപ്പ് സിംഗിൾ അല്ല, സെക്കൻഡ് ആണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ്. KL13 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. റേറ്റ് 1,85 കൊടുക്കാനായിട്ട്. 1,85 2014 ഇയോൺ. സെക്കൻഡ് ഓണർഷിപ്പ് 60,000 കൂടി വണ്ടി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഇല്ല. ഫുൾ എമൗണ്ട് കയറുന്ന ഒരു മിനി കാർ ഇതാ. ഓക്കെ. 1000 cc ഡാച്ചൻ റെഡിഗോ 2018 സിംഗിൾ ഓണർഷിപ്പ് 1 ലിറ്റർ എഞ്ചിൻ 15 റേഞ്ചിൽ മൈലേജ്. 1.25 കൊടുക്കാം. 1,70,000 ഒരു 18 മോഡൽ റെഡിഗോ സിംഗിൾ ഓണർഷിപ്പ് കൊടുക്കാം. 84 ഓണർഷിപ്പ്. അത്ര തന്നെ ലോണും കിട്ടൂലേ? ലോണും ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികൾ. ഗ്രാൻഡ് ഐറ്റനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ ലോൺ പറഞ്ഞാണ്. എങ്ങനെയാ വരുന്നത്? 2018 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെ. 2018 ഗ്രാൻഡ് ഐറ്റനാ 3.5 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. 2018 ഗ്രാൻഡ് ഐറ്റൻ മാഗ്നയാണ് 3.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? നിലവില് കിലോമീറ്റർ എത്ര ഉണ്ട്? 73,000 സിംഗിൾ ഓണർഷിപ്പ്, 17 മോഡൽ, 18 രജിസ്ട്രേഷൻ. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. 3.5 ലക്ഷം രൂപയ്ക്ക് ചാൻസ് ആണ്. ഫുൾ എമൗണ്ട് ലോൺ കയറി ലോണ് കിട്ടുന്നുണ്ടാവും. 18 മാഗ്ന പ്ലസ് ന്യൂ ഇയർ ഓഫർ. ചില ഫിനാൻസിന്റെ എല്ലാ പേപ്പറും ഫിനാൻസിന്റെ സൈഡിൽ നിന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ്. അവർക്ക് മാക്സിമം ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 600-650 സിവിൽ സ്കോർ ഉണ്ടോ കംപ്ലീറ്റ്. ചില നമ്മളെ നോർമൽ ഡോക്യുമെന്റേഷൻ ഒന്നും അവരിപ്പോ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നില്ല. മാക്സിമം അടിച്ചു കയറ്റി തരും. അപ്പൊ വണ്ടി എടുക്കാനുള്ളവരാണോ നേരെ ഗരികോളി ലോണിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ടിൽ. അപ്പോൾ നമുക്ക് കുറെ ഒക്കെ ഇപ്പം ഒരു മാക്സിമം ഫണ്ടിങ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 85 ഒക്കെ ഉള്ളത് ഇപ്പൊ ഒരു 100 കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ സ്കീം ഉള്ളത് 31 തീയതി വരെ, 20 മുതൽ 31 വരെ. അപ്പം ഒരു വണ്ടി സ്വന്തമാക്കണം എന്നുള്ളവര് നേരെ ലോണിലുള്ള വണ്ടികൾ മാത്രം ഇപ്പം കാണിച്ചു തരാം. ഇനി കൂടുതൽ വണ്ടികൾ കയറാനുണ്ട്. ഇപ്പൊ നമ്മളെ സ്റ്റോക്കിൽ ഒരു 40 വണ്ടി ഉണ്ട്. 20-22 ഈ ക്രിസ്മസിന്റെ സമയത്തൊക്കെ ഒരുപാട് വണ്ടി കയറാറുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ചിൽ ന്യൂ കാർ ഡെലിവറി വെയിറ്റ് ചെയ്തിരുന്ന എക്സ്ചേഞ്ച് വെഹിക്കിൾ അവരെ പ്രീ ഓൺ വെഹിക്കിൾ ഇങ്ങോട്ട് കയറാനുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റോക്ക് ആയിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് വരാനുള്ളവരൊക്കെ വിളിക്കേണ്ട. നമ്മൾ വെച്ചാൽ ടെലികോളേഴ്സിന്റെ ഒരു വാക്കൻസി ഉണ്ട്, അതാണ് വിളിക്കേണ്ടെന്ന് പറഞ്ഞത്. ഓൾറെഡി അതിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 15 രൂപ വരെ സാലറി വരാം ടെലികോളേഴ്സിന്റെ. അതേമാതിരി സെയിൽസിലേക്കുണ്ട്. ശരി, ഫസ്റ്റത്തെ വണ്ടി ഇത് നമ്മളെ പറഞ്ഞ സ്കീമിലുള്ളതാണ്. 2,70,75,000 രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ലോണിൽ. ഞാൻ നമ്മൾ പറഞ്ഞ സ്കീമിലുള്ള കുറച്ച് വണ്ടികൾ ആദ്യം ഇതിൽ കാണിച്ചു തരാം. ഇത് ഫുൾ എമൗണ്ട് ലോണിൽ ചെയ്തുതരാം. 2013 മാഗ്ന സെക്കൻഡ് ഓണർഷിപ്പ് 78,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോൾ ആണ് 1.2 ഓട്ടോമാറ്റിക് AC കാര്യങ്ങൾ. നെക്സ്റ്റ് ഇതേമാതിരി നമ്മളെ ബാങ്കിന്റെ സപ്പോർട്ടോട് കൂടി ചെയ്യാൻ പറ്റുന്ന അടുത്ത വണ്ടിയാണിത്. ഇതും അവർ 100% ലോൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 650 മിനിമം സിവിൽ സ്കോർ വേണമെന്നുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. 1,40,000 രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് തരാം നമ്മളെ ബാങ്കിന്റെ സ്കീമിൽ. 2023 വണ്ടി അതിനെക്കൊണ്ട് നമുക്ക് ന്യൂ കാറിന്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ ചെയ്യാൻ പറ്റുമോ? എന്നാലും നമുക്ക് അത് മാക്സിമം ചെയ്തുതരാന്ന് പറഞ്ഞതാണ്. ഈ 10 ദിവസം കൊണ്ട് വരുന്ന ആൾക്കാർക്ക് ന്യൂ കാറിന്റെ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് അവരാക്കി തരും. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം. 1 വർഷം പഴക്കമുള്ള വണ്ടി കേട്ടോ. 6,40,000 രൂപയ്ക്ക് ആകെ 1 വർഷം പഴക്കമുള്ള വണ്ടി. 1 വർഷം 4 മാസം ആവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ കിലോമീറ്റർ 20,000 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മാഗ്ന എന്നുള്ള വേരിയന്റ് ആണ്. നെക്സ്റ്റ് ഫുൾ എമൗണ്ട് കയറ്റി തരാൻ പറ്റുന്ന വണ്ടി ക്യാഷ് ബാക്ക് വരും. 6,40,000 വണ്ടി തരാം. 6.80 ഇതിന് ലോൺ ആകും. 2018 പോളോ ഹൈലൈൻ ഡീസൽ. നല്ലൊരു ഫാന്
പോളോ ഫാൻ ആണോ കൊണ്ടുപോയി ഡീസലാണ് ഡീസലാണ് സിംഗിൾ ഓണർഷിപ്പിൽ 6,35,000 തരാം കേട്ടോ നെറ്റ് 6,35,000 തരാം 6,35 പോളോ GT ആണ് സോറി ഹൈലൈൻ ഡീസൽ GT ഡീസൽ പറഞ്ഞ മാറിപ്പോയതാണ് ഗിയർ ബോക്സ് മാനുവലാണ് വരിക അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും പവറും ഉണ്ടാവും അത് റേറ്റ് 6,35 അടുത്ത് ഇങ്ങോട്ട് വരും 2013-14 2013 ഹൈലൈൻ സിംഗിൾ ഓണർഷിപ്പ് 84,000 ഇതിന്റെ ആരുണ്ടോ നെറ്റ് റൈറ്റിൽ ഇപ്പം തരാം ഡിസംബർ ഓഫർ തരാം പോളോ GT കേരളത്തിൽ ആരും ഞാൻ കൊടുക്കുന്ന റൈറ്റിൽ തരില്ല 4,10,000 രൂപയ്ക്ക് 4,10,000 രൂപയ്ക്ക് 4,35 നമ്മൾ വീഡിയോ ചെയ്തതാണ് ഈ 10 ദിവസം കൊണ്ട് ഇപ്പൊ ഈ പോളോക്ക് എത്ര റേറ്റ് നമ്മൾ ഡിസംബറിൽ ഈ 10 ദിവസം കൊണ്ട് വരുന്ന ഒരാൾക്ക് 4,10,000 പോളോ GT തരാം നേരത്തെ 4,35 വണ്ടിയാണ് നോക്കാം നിങ്ങൾക്ക് റൈറ്റ് നോക്കാം ഫുൾ എമൗണ്ട് ലോൺ ഈ റേറ്റിൽ വേറെ GT പോളോ കിട്ടും എന്തെങ്കിലും കമന്റ്സിൽ പറയും ഞങ്ങൾ വന്നെടുക്കാം 2011 ബീറ്റ് ഡീസൽ LTZ എയർ ബാഗ് വരുന്ന ഏറ്റവും ഒറിജിനൽ ടോപ്പ് എൻഡ് വണ്ടി 2,25,000 രൂപയ്ക്ക് തന്നാ വാങ്ങുമോ ഇനി ഇതിൽ ബട്ടൺ സ്റ്റാർട്ടിന്റെ കുറവ് മാത്രമേ ഉള്ളൂ സെറ്റ് ഫ്രീ ആക്കാൻ ABS അലോയ് എയർ ബാഗ് എല്ലാം വരുന്ന ഡീസൽ 1.5 ലക്ഷത്തിന് താഴെയുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി അപ്പൊ ഇതിൽ വന്നിട്ട് കുറെ ആൾക്കാർ പറയും ബീറ്റിന് 90 അല്ലേ ഉള്ളൂ 85 ഉള്ളൂ ബായ് ഇത് LTZ ആണ് 50,000 കിലോമീറ്റർ തൃശ്ശൂര് കണ്ണൂർ അതേമാതിരി കാസർഗോഡ് ഭാഗത്തൊക്കെ ഇതിന്റെ റൈറ്റ് 2 ലക്ഷത്തിന് മേലുണ്ട് അപ്പൊ ആ കമന്റ് ഇടുന്ന മഹാനോട് പറയാ ഇത് LTZ ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഫുള്ളോട് ലിമിറ്റഡ് എഡിഷൻ വരുന്ന വണ്ടിയാണ് 5.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി വരാം കഴിഞ്ഞ വീട് നമ്മൾ 5.35 പറഞ്ഞു 5.5 രൂപയ്ക്ക് ഈ ഫിനാൻസിന്റെ സ്കീമിൽ വരുന്ന ഒരാൾക്ക് വണ്ടി എടുത്തു കൊണ്ടുപോകാം 2021 പെട്രോൾ 5 രൂപ വരെ ലോൺ ചെയ്യാറുണ്ട് അപ്പൊ ഒരു 25 രൂപ ഉള്ള ആൾ ഇതിന് വന്നാൽ മതി ശരി അതേ സമയത്ത് 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി വെൽ കണ്ടീഷൻ ആണ് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് അത് സിംഗിൾ ഓണർഷിപ്പ് അടുത്ത ടിയാഗോ ഫുൾ എമൗണ്ട് നോക്കുന്ന ഒരാളാണോ ഇതിന് വന്നോളൂ സെക്കൻഡ് ഓണർഷിപ്പിൽ 25,000 കിലോമീറ്റർ ഓടിയ വണ്ടി 3,30,000 വരാം 3,35 18 വണ്ടി 1.2 ടിയാഗോ XT മിഡിൽ ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് 25,000 കിലോമീറ്റർ അത് ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ 2 ടിയാഗോനും ഏകദേശം ഒരു 15 ഒക്കെ മൈലേജ് കയറും ഇതിന്റെ നമ്പർ പ്ലേറ്റ് എന്തായാലും കാണിക്കുന്നുണ്ട് കാരണം 25,000 കിലോമീറ്റർ മാത്രമേ സെക്കൻഡ് ഓണർഷിപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഓണർ നമ്പറും തരാം 25 കൂടി ഉള്ള ഓണറോട് ഡയറക്റ്റ് ചോദിച്ചോളൂ നെക്സ്റ്റ് ഫുൾ എമൗണ്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ ഇതിന് പോകുന്നുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ 2016 വണ്ടി ഇത് നമ്മൾ ഈ സ്കീമിൽ 3,15,000 രൂപ തരാം 3,15 ക്യാഷ് ബാക്ക് വരുന്ന സ്കീമാട്ടോ 2016 വണ്ടി 3,15,000 തരാം 3.5 റേഞ്ചിൽ ലോൺ കിട്ടേണ്ടതാണ് അത് നമ്മൾ പറയുന്ന സമയത്ത് വെച്ചാൽ ഇവർ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് അത്രയും ഈ 10 ദിവസത്തിനുള്ളതിനെ കൊണ്ട് ഒരു വണ്ടി എന്നുള്ളൊരു സ്വപ്നമുള്ള ഒരാൾക്ക് എന്തായാലും വന്നോളൂ വണ്ടികൾ ഒരുപാട് കയറാനുണ്ട് എന്തായാലും നമുക്ക് ക്രിസ്മസിന് 25-ാം തീയതി ഒക്കെ ഒരുപാട് വണ്ടികൾ ഇവിടെ കയറും അപ്പൊ എന്തായാലും നിങ്ങൾ വിളിച്ചിട്ട് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇപ്പൊ എടുക്കുന്ന എന്തെങ്കിലും കുറവും ചെയ്യാൻ പറ്റും ബാർഗൻ ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റ് റേറ്റും ബാർഗൻ ചെയ്യാൻ പറ്റും അവർക്ക് മാക്സിമം ഈ ഇയർലി കുറെ കേസുകൾ കയറ്റാനുള്ള ഒരു ടാസ്കുകളെ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ഉണ്ട് അത് നിങ്ങൾ ഇഷ്യൂ ഏതെങ്കിലും കയറാത്ത ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ സിവിൽ സ്കോർ മസ്റ്റ് ആണ് വേറെ എന്തെങ്കിലും ലാൻഡ് ടാക്സിന്റെ പ്രശ്നമോ ഗ്യാരണ്ടർ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കയറ്റി കൊടുക്കാൻ പറ്റും അതല്ല വേറെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ലോണിന്റെ കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ വണ്ടിയാണോ ലോണാണോ വിൽക്കുന്നതെന്ന് ചോദിക്കും അല്ല ഞാൻ ലോൺ ത്രൂ എടുക്കുന്ന ആൾക്കാരാണ് അധികം അപ്പൊ നമ്മള് ഇതിലൊക്കെ എല്ലാവരും ലോണ് നമുക്കിപ്പം ഇവിടെ നടക്കുന്ന ട്രാൻസാക്ഷനിൽ ഒരു 95% ലോൺ ത്രൂ പോകുന്നത് റെഡി ക്യാഷ് കുറവാണ് അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഈ വണ്ടി റിലേറ്റഡ് ആയിട്ട് ഒരാൾ റെഡി ക്യാഷിന് ആയിരിക്കും ചോദിക്കുക അവർ ലോൺ ആയിരിക്കും ചോദിക്കുക അപ്പൊ അവർക്ക് ഈ വീഡിയോ സപ്പോർട്ട് ആയിരിക്കും ഫീസ് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ 10 ഡേയ്സിൽ ഞങ്ങളെ സപ്പോർട്ടല്ല ഫിനാൻസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ് മാക്സിമം അവർക്ക് ഫണ്ട് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങളെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാനുള്ള വണ്ടികൾ ഒത്തിരി ഉണ്ട് ഇതിൽ ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വണ്ടികളും പ്ലസ് ഒരു 15ഓളം വണ്ടികളും അഡീഷണൽ ഇതിലുണ്ട് അപ്പൊ നമുക്ക് കയറാനുള്ള വണ്ടി ക്രിസ്മസ് 25-ാം തീയതി ആ സമയത്ത് ഒരുപാട് വണ്ടി ഇവിടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കോൾ എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ടെലികോളേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് വരാം നമ്മുടെ കാറ്റലോഗിൽ സെർച്ചും ചെയ്യാം ഈ വണ്ടികളൊക്കെ അതിൽ കേട്ടിട്ടുണ്ട് എന്തായാലും വന്നോളൂ ഫിനാൻസ് ത്രൂ നോക്കുന്ന ഒരാൾക്ക് ഒരു വണ്ടി ഇവിടെ സെറ്റാണ് അത്രയും സ്റ്റോക്കുകളുണ്ട് പ്രിയ 3,40,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ 40 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് മുടക്കാനുള്ള ഒരാളാണെങ്കിൽ ഇതിന് പേപ്പർ കൊടുത്തോളൂ 3 ലക്ഷം രൂപ ലോണും ചെയ്തുതരാം കിലോമീറ്റർ 1 lakh റേഞ്ചിൽ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പെട്രോൾ ആണ് 13-15 എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ടോ ഫുൾ ഓപ്ഷൻ VX എന്നുള്ള വേരിയന്റ് ആണ് എല്ലാ ഓപ്ഷൻസും വന്ന വണ്ടി ഇഗ്നീസ് എന്നുള്ള ഒരു സ്വപ്നമായിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ നേരെ കൊണ്ട് പോകുന്നുള്ളൂ ഈ വണ്ടി അവർക്കുള്ളതാണ് ഹൈലൈറ്റ് എന്താ 2018 ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് 73 ആണ് 73,000 കിലോമീറ്റർ ആണ് സെഗ്മാണ്
സിഗ്മ എന്നുള്ള ബേസ് മോഡലാണ്. യെസ്. 2018 ഇത് ഈ ഡിസംബർ 20 മുതൽ 31 ഉള്ളിൽ വരുന്ന ഒരാൾക്ക് 3,80,000 രൂപയ്ക്ക് വരാം. 380 73,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആരെങ്കിലും ഇഗ്നീസ് 350 വിൽക്കുന്നുണ്ടെങ്കിൽ കമന്റ്സിൽ വന്നോളൂ. അടുത്ത നമ്മളെ 10 days ഫിനാൻസ് സ്കീമിലുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഫുൾ എമൗണ്ടിലും കൂടുതൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. 3,25,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വരാം. 3.5 താഴെയുള്ള ഓട്ടോമാറ്റിക് സെഡാൻ വെഹിക്കിൾ 59,000 ഓടിയ ഓട്ടോമാറ്റിക്, അതും എസ്സിൽ ഓപ്ഷനിൽ വരുന്ന വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് SX വരുന്നുണ്ട്, SS ഓപ്ഷൻ ഉണ്ട്. ഇത് എസ് ആണ്. S ഓപ്ഷൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, ഓട്ടോമാറ്റിക് AC മിസ് ഔട്ട് ആവുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് മിസ് ഔട്ട് ആവുന്നുണ്ട്, LOS വരുന്നുണ്ട്. 3.25 ലക്ഷം രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ സ്വന്തമാക്കാം. അതും കുറഞ്ഞ കിലോമീറ്റർ 59,000 ആകെ ഓടിയിട്ടുള്ളൂ. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എടുക്കുന്നതൊക്കെ വിശ്വസിച്ചെടുക്കുക. ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ പുറകോട്ട് വരാത്ത ഗിയർ ബോക്സ്, ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മൈലേജ് ഒരു 12 റേഞ്ചിൽ കിട്ടുന്നുണ്ടോ. ലോൺ ഫുള്ള് 3.25 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് ചെയ്തരാം. അതിന് മുകളിൽ കിട്ടും, ചാൻസ് ഉണ്ട്. 3.5 വരെ കയറാൻ ചാൻസ് ഉള്ളത്. 1.6 ഒരു അടിപൊളി വരണ ഓട്ടോമാറ്റിക് വരട്ടെ, അതും ഫുൾ എമൗണ്ട് ലോൺ ചെയ്തുതരാം. നമ്മുടെ സ്പെഷ്യൽ റൈറ്റ് എന്ന് പറയുമ്പോൾ 5 lakh എമൗണ്ടിൽ തരാം. 5 ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ്, ആകെ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പറഞ്ഞ ഡീസലാണോ പെട്രോൾ ആണോ? 1.6 പെട്രോൾ എഞ്ചിൻ. ഹ്യുണ്ടായിക്കാർക്ക് ഭ്രാന്താണ്, ഒരേ എഞ്ചിൻ പെട്രോളും ഡീസലും ഒക്കെ ഇറക്കിയുള്ളൂ, വെറുതെ കുറെ എഞ്ചിൻ ഉണ്ടാക്കിയിടും. അത് നമുക്ക് ഇതിൽ വരുന്നില്ലേ, ക്രെറ്റയിൽ വരുന്നില്ലേ, 1.6 വരുന്നുണ്ട്. അതേമാതിരി തന്നെ പവർ വേണ്ട ആൾക്കാർക്ക് പവർ എടുക്കാം. 1.6 SX ഉണ്ട്. SX എന്നുള്ള ടോപ്പ് എൻഡ് ആണ്. അതായത് ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ കീലെസ് എൻട്രി മിസ് ഔട്ട് ആവുന്നുണ്ടെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി LOS, ഓട്ടോമാറ്റിക് AC തുടങ്ങിയ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഫുൾ ലോണില് വരണ കിട്ടുന്നുണ്ടാവും. അത് ഓട്ടോമാറ്റിക് വണ്ടി, കിലോമീറ്റർ ഓടാത്ത 5 ലക്ഷം രൂപയ്ക്ക് വരാം. 5 lakh അബോവ് വരുന്നതാണ്, ഓട്ടോമാറ്റിക് ആണ്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എടുക്കുന്നതൊക്കെ വേറെ ഒരു സംഭവം ചെയ്യാതെ. 13 മോഡൽ സ്കോഡ ആംബിഷൻ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, ഡീസൽ 2,37,000 രൂപയ്ക്ക് എടുക്കാം. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ടാവും. മൈലേജ് ഉണ്ട്. നമുക്ക് ലോൺ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയമുണ്ട്, ലോൺ എത്ര കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്? ഫുള്ള് ലോണും ചെയ്തെടുക്കാം. ശരിക്കും ഇതിന് എത്ര ഫണ്ടിങ് കിട്ടുന്നുണ്ടാവും? ഫണ്ടിങ് ഇതിന് 2.5 വരെയൊക്കെ ലോൺ കയറേണ്ടതാണ്. 2.5 മുകളിൽ കയറേണ്ടത്. 13 വണ്ടിയല്ലേ. 3ന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ 3ന്റെ അടുത്ത് ഒരു അത്യാവശ്യം നല്ല പ്രൊഫൈലിന് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇത് എടുക്കുന്നൊക്കെ എന്തെങ്കിലും സെക്കൻഡ് ഓണർഷിപ്പിൽ വേറെ വർക്ക് നമുക്ക് കമ്പനി ചെക്ക് ചെയ്യാം. ഡീസൽ വണ്ടിയാണ്, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. പ്രസന്റ്ലി കുഴപ്പമൊന്നുമില്ല, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം. സ്കോഡ റാപ്പിഡ് 2013 നെക്സ്റ്റ് ഫുൾ ഓൺ കയറുന്ന വണ്ടി ഇതാ. 2018 ക്യാപ്ചർ 6 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് 66,000 കിലോമീറ്റർ. കിലോമീറ്റർ ആകെ 66,000 ഓടിയിട്ടേ ഉള്ളൂ. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ടാവും. RXT എന്ന് പറയുമ്പോൾ ഫുള്ളിന് നേരെ താഴെ വരുന്നുണ്ട്. ഒരു ഡാഷ് ക്യാം എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേ സമയത്ത് നമുക്ക് റീപ്ലേസ് ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫണ്ടിങ് ലോൺ 6 ലക്ഷം 6.80 വരെ ലോൺ കയറും. ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് അടുത്തത് നല്ലൊരു ഡീസൽ വണ്ടി വരാം. 2013-14 രജിസ്ട്രേഷൻ വരുന്ന വെർണ ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. 1.6 EX വേരിയന്റ് ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. അതെ, നമുക്ക് മാക്സിമം ലോൺ ഒരു 3.5-3.25 വരെ ലോൺ ചെയ്യാൻ പറ്റും. 4.25 ലക്ഷം രൂപയ്ക്ക് വരാം. സ്റ്റിയറിംഗ് കൺട്രോൾ, ചെയർ ബാഗ്, ഒരു ഇതെല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ്. 2013-14 വരുന്ന ഡീസലാണ്. അത്യാവശ്യം മൈലേജും ഉണ്ടാവും. കിലോമീറ്റർ ഒരുപാട് ഓടി ഉണ്ടാവോ? ഇല്ല, 76,000 കിലോമീറ്റർ ഓടിയ കാലിക്കറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. ലോ കിലോമീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. വെർണാണ് മൈലേജും കാര്യങ്ങളും 20ന്റെ അടുത്ത് മൈലേജ് ഒക്കെ വരുന്ന കണ്ടീഷൻ വണ്ടിയാണ്. ലോൺ എത്ര പറഞ്ഞേ? ലോൺ നമുക്ക് 3.25 വെച്ച്. സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. അടുത്ത i20 2018 മോഡൽ ആസ്റ്റോ ഓപ്ഷനിൽ 6 എയർ ബാഗ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത്യാവശ്യം സേഫ്റ്റി ഉണ്ടാവും. അതേ സമയത്ത് പെട്രോളിൽ അത്യാവശ്യം മൈലേജ് കുറവായിരിക്കും, മെയിൻ്റെനൻസും കുറവായിരിക്കും. ലോണ് കൂടുതൽ കിട്ടും. ലോണ് കൂടുതൽ നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കേട്ടോ. 5.5 ലക്ഷം രൂപയ്ക്ക് 2018 ഓപ്ഷനിലാണ്. പെട്രോള് നമുക്ക് 6ന്റെ അടുത്ത് വരെ ലോൺ ചെയ്യാൻ പറ്റും. 5.80 വരെ ലോൺ ചെയ്യാം. 5.80 ലോൺ കയറും. എടുക്കുന്ന നിലവിൽ അത്യാവശ്യം ഒരു 12 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ട്. മാക്സിമം 10-12 മൈലേജ് കയറും. സർവീസിന് വേറെ ടെൻഷൻ അടിക്കേണ്ട കേസും ഇല്ല. KL58 തളിപ്പറമ്പ് അല്ല, തലശ്ശേരി. അടുത്തത് വെന്യൂ 6,80,000 വരും. 2021 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ. വേരിയന്റ് ഏതാ വരുന്നത്? എസ് മാനുവൽ ട്രാൻസ്മിഷനിൽ എസ്. 2024 ഈ വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നുണ്ടോ? ഏകദേശം 9 റുപ്യന്റെ അടുത്തില്ലേ? 9 റുപ്യന്റെ പുറത്തുണ്ട്. 9 പുറത്തുണ്ട്. 10 ഉണ്ട്.
10-20 ആ റേഞ്ചിലുണ്ട്. 51,000 കിലോമീറ്റർ, 1.2 കാപ്പ എഞ്ചിൻ, ഏകദേശം 13 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. നിലവിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 680. 680. ലോൺ അത് ഫുള്ള് ചെയ്തുതരാം. ഫുൾ ലോണിൽ കിട്ടുന്നുണ്ടോ? അടുത്ത ക്രെറ്റ ഡീസൽ 21 ക്രെറ്റ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് 11,10,000 രൂപ. 11,10,000 രൂപയ്ക്ക് ഡീസൽ ക്രെറ്റ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ നിലവിൽ റീപ്ലേസ്മെന്റ് കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ? കിലോമീറ്റർ കുറവും സിംഗിൾ ഓണർഷിപ്പും. കിലോമീറ്റർ എത്രയുണ്ട്? 56,000. 56,000 ഓടിയിട്ടേ ഉള്ളൂ. ആകെ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് എടുക്കും. ഓക്കെ. 2021 വണ്ടിയാണ്. 3 കൊല്ലം കൊണ്ട് 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്ററിൽ വെൽ കണ്ടീഷൻ വണ്ടി. ഓക്കെ. അതേസമയത്ത് ലോൺ പറഞ്ഞിട്ടില്ല. ലോണ് ആ എമൗണ്ട് ചെയ്തുതരാം. 11,10,000 ലോണും ചെയ്തുതരാം. 11,10 ഫുൾ ലോൺ കിട്ടുന്നുണ്ടോ? അടുത്ത വെന്യൂ ടർബോ ആണിത്. ഏതില് SX-ലാണോ ടർബോ അല്ലെങ്കിൽ DCT ഓട്ടോമാറ്റിക്കലി ഡ്യുവൽ ക്ലച്ച് ടെക്നോളജി? സിംഗിൾ ഓണർഷിപ്പ് ആണ്. S എന്നുള്ള വേരിയന്റിൽ ടർബോ. 2019 40,000 കൊടുക്കാം. 8,40,000 രൂപയ്ക്ക്. ഓക്കെ. ഇതിന് ലോണിന്റെ മുകളിൽ കയറും. ലോണിന്റെ മുകളിൽ കയറും. ക്യാഷ് ബാക്ക് 8 വരെ ലോൺ ചെയ്തുതരാം. 8 വരെ പ്രൊപ്പോസൽ ഉണ്ട്. ലോണിൽ പ്രൊപ്പോസൽ ഉണ്ട്. ഓക്കെ. റേറ്റ് എത്ര പറഞ്ഞു? 840. ന്യൂ ഇയറിന്റെ ഓഫർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോണിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഇയറിന്റെ ഒരു ഓഫർ വരാനുള്ളതിന്റെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണിത്. നമ്മൾ 20, 25, 31 വരെ ഫുൾ ടൈറ്റ് ലോഡ് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫിനാൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്കീമാണ് നമ്മൾ ഇതിൽ പ്രസന്റ് ചെയ്തത്. ചില നിങ്ങൾക്ക് മാക്സിമം ഏതെങ്കിലും രീതിയിൽ ലോൺ ഈ ഡിസംബർ 31 വരെ അവരെ സപ്പോർട്ട് കൂടിയിട്ട് ചെയ്തുതരാം. അപ്പം ഒരു വാഹനം ലോണിൽ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യാം. വിളിക്കാൻ നിൽക്കേണ്ട. 10 ദിവസം ഇവിടെ വന്നാൽ തന്നെ ഇവിടെ ഫുൾ സ്റ്റോക്ക് ഇവിടെ ഉണ്ടാവും. നേരെ വരിക. ഫിനാൻസിന്റെ സ്റ്റാഫ് റേറ്റ് ഒക്കെ ഫിക്സഡ് റേറ്റ് അല്ലേ? ഫിക്സ്ഡ് റേറ്റിലേക്ക് നിങ്ങൾ ഇനി വെറുതെ ഒരു കൺഫ്യൂഷൻസ് വേണ്ട. ഇത് അവിടെ പോയിട്ട് കുറയ്ക്കോ ഇല്ലയോ നോക്കണം. ഞാൻ നെറ്റാക്കിയിട്ട് അതിലിട്ടത്. നിങ്ങൾക്ക് എല്ലാം ഡിസയർ, നമ്മൾ i20, ഈ മറ്റേ ആസ്റ്റ, ഇതെല്ലാം നിങ്ങൾക്ക് റീസണബിൾ റേറ്റിലാണ്. മാക്സിമം ലോൺ കയറും. നിങ്ങൾക്ക് മാക്സിമം ലോൺ കയറുമ്പോൾ തന്നെ നോക്കിയാൽ മതി ഇതിന്റെ റേറ്റ് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നുള്ളത്.